നെല്ലിയാമ്പതിയിലേക്കുള്ള എൻ്റെ ആദ്യ യാത്ര കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഇന്നത് സാധിച്ചു. എൻ്റെ കൂടെ റസാഖ് ഭായി ഉണ്ട്. മുന്നിൽ കാണുന്ന ആ മലയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നെല്ലിയാമ്പതിയിലേക്ക് നമ്മൾ കാട് കയറാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പർ, പേര്, മൊബൈൽ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അകത്തേക്ക് കയറ്റി വിടും. 4 മണിക്ക് മുമ്പ് തിരിച്ചിറങ്ങണമെന്ന് ഞങ്ങളോട് പറഞ്ഞ്, അത് എന്തിനാണെന്ന് അറിയില്ല, ഞങ്ങൾ ഓക്കെ എന്നും പറഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറ്റി വിട്ടു. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് ഈ പോത്തുണ്ടി ഡാമിൻ്റെ ബാക്ക് സൈഡിൽ നന്നായിട്ട് കാണാൻ കഴിയും. ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാം. കണ്ടോ, നല്ല മുത്ത് പോലത്തെ വെള്ളം, ചുറ്റും പശ്ചിമഘട്ട മലനിരകളാണ്. നല്ല ഭംഗിയാണ്. ഇവിടെ പോകുന്നവരെല്ലാവരും ഇവിടെ ഇറങ്ങി ഒരു ഫോട്ടോസെങ്കിലും എടുക്കാണ്ട് ആരും പോകാറില്ല. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും മല കയറി തുടങ്ങാം. മുന്നേ നമ്മുടെ ഒരു സുഹൃത്ത് ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ ആന ഇറങ്ങിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു ചെറിയൊരു പേടിയുണ്ട്. ഏതെങ്കിലും ടേണിങ് കഴിഞ്ഞ പാട് ആനയായിട്ട് നിൽക്കുന്നുണ്ടാവുമോ എന്നുള്ളൊരു ചെറിയൊരു ഉൾഭയത്തോടു കൂടിയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ കുഴപ്പമില്ല, അങ്ങനെ ഉണ്ടാവില്ല വിചാരിക്കാം. പിന്നെ ഒരൊറ്റ വണ്ടി പോലും ഇങ്ങോട്ട് വരുന്നു കാണാനില്ല. അപ്പോഴും ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ വണ്ടി വരാത്ത അതുകൊണ്ടൊന്നുമല്ല, ഇപ്പോൾ കൊറോണക്കാലം ആയതുകൊണ്ട് സഞ്ചാരികൾ വളരെ കുറവാണ്. ഇപ്പോൾ ഇവിടെ റിസോർട്ടുകളും അതേപോലെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഇപ്പോൾ അവിടെ കുറവാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ കുറവാണ്. അതുകൊണ്ടാണ് വണ്ടികളൊന്നും കൂടുതൽ കാണാത്തത്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റസാഖ് ഭായി വണ്ടി ബ്രേക്ക് ഇട്ട്. മുന്നിൽ എന്തോ ഒരു ഇളക്കം കാണുന്നുണ്ട് ആ മരങ്ങൾക്കിടയിലൂടെ. ആനയാണോ എന്നൊരു ഡൗട്ട്. പക്ഷേ ആനയല്ല എന്ന് ഉറപ്പ് വരുത്തി ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. നേരത്തെ സുഹൃത്ത് പറഞ്ഞത് വെച്ച് ആ ഒരു ഓർമ്മയിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് യാത്രക്കൊരു സുഖം കിട്ടുന്നില്ല. എപ്പോഴും മുമ്പിൽ ആന വരുമോ ആന വരുമോ ഒറ്റ ചിന്തയിലാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ലൊരു വ്യൂ കണ്ടു ഞങ്ങൾ. നേരത്തെ നമ്മുടെ പോത്തുണ്ടി ഡാമിൻ്റെ ബാക്ക് സൈഡ് ഫോട്ടോ എടുത്തില്ല, അതേപോലെ തന്നെ ഇവിടെ നല്ല അതേ സ്ഥലം തന്നെയാണ്. ഇവിടുന്ന് കുറച്ചുകൂടി ഹൈറ്റ് നമുക്ക് നല്ലൊരു വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം.
പിന്നെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല രസമുള്ളൊരു അനുഭവം ഇതായിരുന്നു. സിംഹവാലൻ കുരങ്ങ് 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം താഴേക്ക് ഇറങ്ങിപ്പോയി, ഒരെണ്ണം ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അത് നല്ല രസമായിരുന്നു. ഇതുവരെ ഇങ്ങനെ ഒരു സീൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഇവിടെ നിൽക്കാൻ കഴിഞ്ഞുള്ളൂ, കാരണം ബാക്കിൽ വണ്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ സമയം ഇവിടെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഫോട്ടോ എടുക്കട്ടെ. ടാറ്റ അടിക്കാം. അങ്ങോട്ട് വെക്കാം. ഇവിടെ ഞാനാ ഞാനാ ബാ ബാ കൊടുക്കാം. പോലെ പോട്ടെട്ടാ പോട്ടെ. പിന്നെ നെല്ലിയാമ്പതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന മറ്റൊരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് എല്ലാവരും വരുന്നവർക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. ഇവിടെ നല്ല നല്ല രസമാണ്. ഇവിടെ നിന്ന് താഴേക്ക് കാണുമ്പോൾ കുറച്ചും നല്ല വിശാലമായൊരു സ്ഥലം. ഈ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഈ കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ആ മലക്ക് മുകളിലാണ്. നമ്മൾ പോകുന്ന വഴി കുറേ തേയിലത്തോട്ടങ്ങൾ കണ്ട്. തേയിലത്തോട്ടങ്ങളൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഒന്നുമല്ല, അതിൻ്റെ അടുത്തെത്തുമ്പോൾ അത് വേറൊരു രസം തന്നെയാണ്, നല്ലൊരു ഫീലാണ്. പിന്നെ ഈ തേയില ചെടി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. ഇതിൻ്റെ അടിഭാഗമുണ്ട്, ഈ തേയിലിൻ്റെ മരം നല്ല ബലമുള്ളതാണ്. ചെറിയ തണ്ടൊന്നുമല്ല, നല്ല മുട്ടൻ തടികളാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല ബലമുള്ള നല്ല മരം തന്നെയാണ് ശരിക്ക്. എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെയാണ് തേയിലച്ചെടി, തേയിലിൻ്റെ മരം ഈ ടൈപ്പ് മരമാണെന്ന് അറിയില്ല. പക്ഷേ ഇത് കണ്ടു നോക്കുമ്പോൾ നല്ല സ്ട്രോങ് സാധനമാണ്. എന്തായാലും നല്ല രസമായിരുന്നു. ഈ കാപ്പി അറുത്തുകൊണ്ടാണ് ഇതൊക്കെ എസ്റ്റേറ്റ് മുതലാളിമാർക്കാണ്. അങ്ങനെ ഞങ്ങൾ മലേൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. വ്യൂ പോയിൻ്റ് കാണാൻ വരുന്ന വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ ഏകദേശം 1:30 മണി ടൈമാണിപ്പോൾ. ഈ നേരത്ത് നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്.
5 മിനിറ്റും കൂടി ഇവിടുന്ന് കറക്റ്റ് വ്യൂ പോയിൻറ്റിലേക്ക് 5 മിനിറ്റ് കൂടി ഇവിടെ നടക്കാനുണ്ട്. ഭക്ഷണമൊന്നും ഇപ്പോൾ ഇവിടെ കിട്ടാനില്ല. കൊറോണ ആയതുകൊണ്ട് ഹോട്ടലുകളൊക്കെ അടവാണ്. വല്ല ബേക്കറികളൊക്കെ വേണമെങ്കിൽ കിട്ടും. ഉച്ച നേരം ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. എങ്കിലും വ്യൂ പോയിൻ്റ് കണ്ടിട്ട് തിരിച്ചു വരാം എന്ന് കരുതി ഞാൻ റസാഖ് ഭായിയും കൂടി നടക്കാൻ തീരുമാനിച്ചു. ഉച്ചയാണ്, നല്ല വിശപ്പുണ്ടെങ്കിലും വ്യൂ പോയിൻ്റ് കാണാനുള്ള ഉത്സാഹത്തോടു കൂടി റസാഖ് ഭായി നല്ല ഇൻട്രസ്റ്റോടു കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നിൽ ഞാനും. ഇത്രയും നേരം ഈ മല കയറി ഇങ്ങോട്ട് വന്നത് ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ എല്ലാം അസ്തമിച്ചു. കണ്ടില്ല, ആകെ പുകട്ട് മൂടിക്കണം. അവിടെ ഫുള്ള് കോടയാണ്. ഇതാണ് വ്യൂ പോയിൻ്റ്. ഇവിടെ താഴേക്ക് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കുന്നത് പോലെ അത്രയും നല്ല ഭംഗിയായിരിക്കും ഇത്ര ഇവിടുന്ന് കാണാൻ. പക്ഷേ ഞങ്ങൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും നേരം ഇത് ഉദ്ദേശിച്ച് വന്നുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടം തന്നെയാണ്. പിന്നെ ഇനി നെല്ലിയാമ്പതി വേറെ സ്ഥലത്തേക്ക് പോകാൻ ടൈമുമില്ല. വന്ന ഉത്സാഹമൊന്നും ഇല്ലാണ്ട് റസാഖ് ഭായി ഇവിടെ കടന്ന് വട്ടം തിരിയാണ്. എന്തായാലും ഇനി മറ്റൊരു ദിവസം കുറച്ചും കൂടി നേരത്തെ വന്ന് നെല്ലിയാമ്പതി എല്ലാ ഭാഗങ്ങളും ഒപ്പിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു നല്ലൊരു വീഡിയോകളുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ബൈ.